എങ്ങനെയുണ്ട്? ചേട്ടാ, അതായത് സിനിമ എന്ന് പറയുന്നത് അടിപൊളി സിനിമയാണ്. പക്ഷേ ഈ ചിലര് പറയും പ്രതീക്ഷിച്ചാണ് ഇത് കംബാക്ക് ആണ്. സൂര്യയുടെ കങ്കുവ സിനിമ ഞാൻ ഫസ്റ്റ് ഉണ്ടാണ് പേഴ്സണലി. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഒരു ഡിസപ്പോയിന്റഡ് ഉണ്ടായി. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ ആ ഒരു ഡിസപ്പോയിന്റഡ് ഇല്ല. എന്നെ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഞാൻ സന്തോഷത്തിലാണ്. കാരണം ഈ സിനിമ സൂര്യയുടെ ഒരു വലിയൊരു കംബാക്ക് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ മറ്റുള്ളവർ പറയുന്നു സിനിമ ഇഷ്ടപ്പെട്ടില്ല, പൈസ പോയെന്നൊക്കെ. അങ്ങനെ പ്രതീക്ഷിക്കരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ സൂര്യനെ പ്രതീക്ഷയല്ല പേഴ്സണലി വന്നത്, കാർത്തിക് സുബ്രാജിനെ പ്രതീക്ഷ. അപ്പോൾ കാർത്തിക് സുബ്രാജിനെ എങ്ങനെയൊക്കെ എടുത്തു വെക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സൂര്യയുടെ ഒരു കംബാക്ക് തന്നെയാണെന്ന് നമ്മൾ വരുന്ന കളക്ഷനിലൂടെ എല്ലാത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വേറെ ലെവൽ നടിപ്പിൻ നായകന് കംബാക്ക്. ഫൈറ്റ് സീനാണ്, അവർ രക്ഷയില്ല. സൂര്യയുടെ ഏറ്റവും വലിയ കംബാക്കാണ് ഇത്. ആ ഹാർഡ് വർക്ക് ഇതൊക്കെ സമ്മതിക്കണം, ആട്ടിനെയൊക്കെ സമ്മതിക്കണം. അത് പറ്റുന്ന രീതിയിൽ സൂര്യ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ നല്ല ഹിറ്റാവും. എങ്ങനെയാണ്? സിനിമ 500 കോടി അടിക്കും. 500 കോടി നമ്മള് പ്രതീക്ഷിച്ച അത്രയും ഹൈപ്പ് ഒന്നും കിട്ടിയില്ല. നമ്മള് കുറെ കൂടെ പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷെ ആ ഒരു ലെവലൊന്നും കിട്ടിയില്ല. പിന്നെ കാർത്തിക് സുബ്രാജ് സൂര്യ കോമ്പോ നമ്മൾ ആദ്യഘട്ടമല്ലേ കാണും. അപ്പൊ അതൊക്കെ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചായിരുന്നു. ഒരു എബോ ആവറേജ് ലെവലിൽ നിൽക്കും. നമ്മള് ഫസ്റ്റ് തൊട്ട് ആക്ഷൻ സീക്വൻസിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ ഉണ്ട്, ലവ് ഉണ്ട്, അതൊക്കെ വെച്ചു. പക്ഷെ സോങ്സ് ഒരു പാട്ട് 16 സോങ്സ് അടുപ്പിച്ചുണ്ട് പടം മൊത്തത്തിൽ. അത് കൊണ്ടുപോകണതും കൊള്ളായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് വലിയൊരു ഇമ്പാക്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി തന്നില്ല. നമുക്ക് ഒരു ഒട്ടും വിചാരിക്കാത്ത ഒരു രീതിയിലുള്ള ക്ലൈമാക്സ് ആയിരുന്നു. ഒരു എബോ ആവറേജ്. എങ്ങനെയുണ്ട് റെട്രോ? റെട്രോ കൊള്ളത്തില്ല. അഴിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒട്ടും എൻഗേജ് ചെയ്യാനോ സ്ക്രീനിൽ നോക്കാനോ അങ്ങനെ ഒന്നിനും ഒരു ബോർ പടം പറ്റിയ. സൂര്യന് ബോറാണെന്നല്ല പറഞ്ഞാൽ, പടത്തിനകത്ത് കണ്ടന്റ് വൈസ് ഒന്നുമില്ല. കണ്ടും അടുത്താണ്. ജിഗർദാണ്ട 2ന്റെ സെയിം ക്ലൈമാക്സ് ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് തോൽവി പുള്ളി സെലക്ട് ചെയ്യുന്ന കണ്ടന്റിന്റെയും സ്റ്റോറിയുടെ ഒക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം. പക്ഷേ കാർത്തിക് സുബ്രാജിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പഴയ പടത്തിന്റെ അതുപോലെ ഇരിക്കുന്നുണ്ട്. ജിഗർദാന്റെ ഒക്കെ അതുപോലെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് അതുപോലെ ഫീൽ ചെയ്തു. ഒരുപാട് സ്ഥലത്ത് കുറച്ച് ഫ്രെയിമും കുറച്ച് സ്ലോ മോഷനും BGM ഒക്കെ ഉണ്ട്, ഇല്ലാന്ന് പറയാനുള്ള. പിന്നെ എടുത്തു പറയേണ്ടത് ഒറ്റ ടേക്കിലുള്ള ഒരു സീനുണ്ട്, ഒരു 10-20 മിനിറ്റ് ഉള്ള. 20 മിനിറ്റ് അടുപ്പിച്ച് 15 മിനിറ്റ് എന്തായാലും വരും. അത് കിടിലമായിരുന്നു. അത് മാരക എഫേർട്ടായിരുന്നു. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതർവൈസ് പടത്തിനകത്ത് ഒന്നുമില്ല. അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. വിജയം വേറെ ഒന്നുമില്ല. വിജയണ്ണൻ തലനാരി ഇടിക്ക് രക്ഷപ്പെട്ടെന്ന് വേണം പറയാം. ഈ കഥയും കൊണ്ടാണ് വിജയണ്ണൻ്റെ അടുത്ത് പോയത്. റെട്രോ കണ്ടിട്ട് കൊള്ളാം. സൂര്യ ലുക്കും എല്ലാം അടിപൊളി. ഫസ്റ്റ് ഹാഫ് നല്ല, സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗാണെങ്കിലും കൊള്ളാം. മൊത്തത്തിൽ നല്ലത്. ഫസ്റ്റ് ഹാഫ് നല്ല ചേട്ടാ, ഒട്ടും കൊള്ളത്തില്ല. ഈ കങ്കുവയുടെ ക്ഷീണം പുള്ളി ഇതിൽ മാറ്റും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ക്ഷീണത്തിൽ നമ്മളങ്ങ് കിടത്തി കളഞ്ഞ പുള്ളി. ക്ലൈമാക്സ് ഒക്കെ ബോറായിരുന്നു. പോസിറ്റീവ് തിങ് എന്ന് പറയാൻ ഒരു സിംഗിൾ ക്യാമറ ഷോട്ട് ഉണ്ട്, ഒരു 5 to 10 minutes ആ ഒരു ഷോട്ട് ഉണ്ട്. ദാറ്റ് വാസ് റിയലി നൈസ്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് വേണമെങ്കിൽ പടം കാണാം. നാടിനെ രക്ഷിക്കാൻ വരുന്ന നായികയ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. ലോജിക്കലി നടക്കാത്ത കുറേ കാര്യങ്ങളും ഭയങ്കര ലാഗാണ്. ഒട്ടും കൊള്ളില്ല. കരയാൻ വയ്യ, അതുകൊണ്ടാണ് കണ്ണാടി വയ്ക്കുന്നത്. പടത്തിനെ കുറിച്ച് പറയണുണ്ടായിരുന്നു. പടത്തെ കുറിച്ച് പറയണമെങ്കിൽ വാച്ച്ഡ് ദ മൂവി ടുഡേ ആൻഡ് ഹിയർ ഈസ് മൈ നെക്സ്റ്റ് വ്യൂ. ഇറ്റ് ഈസ് എ ആവറേജ് മൂവി വിത്ത് ആൻ ഓക്കെ സ്റ്റോറി, നത്തിങ് എക്സ്പെഷണൽ, ബട്ട് ഇറ്റ് ഈസ് എ ഓൺ ടൈം വാച്ച്. അതായത് എനിക്കൊരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അയൺ സിനിമ പോലെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ പരാജയമാണ് കിട്ടിയത്. അത് ഞാൻ നല്ലൊരു സൂര്യ ഫാൻസും കൂടെയാണ്. കാര്യം പടം തുടങ്ങിയപ്പോൾ തന്നെ ആ പാട്ടും ആ ഒരു സൂര്യനെ കാണിക്കുമ്പോഴൊക്കെ ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ലാഗായപ്പോഴത്തേക്ക് ഞാൻ 3 പ്രാവശ്യം ഫോട്ടോ ആയിട്ടോ വീണ്ടും അടി തുടങ്ങിയപ്പോൾ ഞാൻ ചാടി വീണ്ടും എണീറ്റ്. ഇത് ചുമ്മാ ഡയലോഗ് ആടി അധികം മാസ് കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാം. ഓഡി 1 കാണാൻ പറ്റില്ല, ഓഡി 4 ഞാൻ പോയി കണ്ടത്. ജോർജ് ആണ് ഈ സിനിമയിൽ ആദ്യം കാണിച്ചപ്പോഴത്തേക്ക് നല്ല ബിൽഡപ്പ് ആയിരുന്നു കേട്ടാ. ഞാൻ വേറെ ജോർജ് എൻ്റെ പൊണ്ണെ തമിഴിലൊക്കെ സൂര്യനോടെ പോയി ഗെറ്റപ്പാണെന്ന് ഞാൻ കണ്ടപ്പണ്ടല്ലേ. ജോസഫിന്റെ വില ആരെ കളഞ്ഞാണ് അയാൾ. പിന്നെ വെട്ടിയിട്ട വാഴ പോലെ ആയിപ്പോയെന്ന്. എനിക്ക് അത്രയ്ക്ക് വിഷമമായിപ്പോയി. ജയറാമേട്ടൻ നമ്മൾ എത്ര പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജയറാമേട്ടൻ്റെ. പക്ഷെ ഇതിൽ വെറും ഒരു കോമാളി പോലെ ആയിപ്പോയി ജയറാമേട്ടനൊക്കെ. നമ്മൾ ഒരുപാട് മേലെപ്പറമ്പിലെ ആൻമീയുടെ സിനിമയൊക്കെ ആ ഒരു പടം തന്നെയാണ്. ഒരു കോമാളി പോലെ ആയിപ്പോയി. പിന്നെ പുള്ളിയുടെ വേഷം അത് കണക്കെ ഒരു ക്യാരക്ടർ ചെയ്തതെന്നായിരിക്കും.
പിന്നെ നമുക്ക് അതിൽ സോസിക എന്നുള്ള ഒരു നടിയുണ്ട്, അവരും ചെറിയ ഒന്ന് രണ്ട് റോളൊക്കെ തന്നെ ചെയ്തത്. പിന്നെ പയ്യന്മാരൊക്കെ ഒരു ഇളക്കം ഉണ്ടായിരുന്നു ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഫൈറ്റ്, സൂര്യൻ്റെ ഫൈറ്റ് നല്ല ബിൽഡപ്പ് ഫൈറ്റ് ആയിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അതിന് പടം കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെയാണ് പറയണത്. 200 രൂപ ടിക്കറ്റിനായി. ആ 200 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ആലോചിക്കണം, നമ്മളെ കരമന ആറ്റിൻ്റെ സൈഡിൽ ഇരിക്കുന്ന പഴങ്കഞ്ഞി കടയിൽ പോയിട്ട് ഈ സിനിമയിലെ ഡയറക്ടർ കാർത്തിക് 100 രൂപയ്ക്ക് ഒരു ചട്ടി പഴഞ്ഞു, ഒരു ചട്ടി പഴി ഞാനും കുടിച്ച് എൻ്റെ ശരീരവും തണുത്ത് എൻ്റെ മനസ്സും നിറഞ്ഞ് സന്തോഷമായിട്ട് ഞാൻ പോയി. ഞാനും എൻ്റെ കിരണും എൻ്റെ വിമലേട്ടനും എൻ്റെ സുമേഷും കൂടെ പോയി മാംഗോ ചില്ലി 1 ലിറ്റർ എടുത്ത് ഞങ്ങൾ അടിച്ച് സുഖമായിട്ട് അവിടെ ഇരുന്നതിനായിരുന്നു. അത്രയ്ക്ക് എനിക്ക് വിഷമമായി പോയി. കാര്യം സൂര്യണ്ണൻ എങ്ങനെയല്ല ഞാൻ കണ്ടത് ബ്രോ. കാര്യം എനിക്ക് വിഷമമുണ്ട്. വിഷമം എന്ന് വെച്ചാൽ ജോർജ് വർണ്ണനെ വില കളഞ്ഞ്, പിന്നെ സോസികയുടെ വില കളഞ്ഞ്, പിന്നെ ജയറാമേട്ടൻ്റെ വില കളഞ്ഞ്, പിന്നെ സൂര്യ എന്നുള്ള ഒരു നടൻ്റെ ആ ഒരു ഡയറക്ടർ കൊടുക്കണമല്ല അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ അയൺ പോലെ നമ്മൾ വന്നില്ല. പടം തീരണതുമില്ല, ഒരു വിധത്തിൽ പടം തീരണില്ല. അടി 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 തന്നെ. ഇത് എന്തോന്ന് ഇത്? അതിനെക്കാട്ടി നമുക്ക് ദീപാവലിക്ക് പടക്കം പൊട്ടൂലേ, അതുപോലെ തന്നെയാണ്. ഞാൻ കളിയായിട്ട് പറയണല്ല, പടം എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഞാനുള്ള കാര്യം പറയാം, ഞാനൊരു സൂര്യ ഫാനും കൂടെയാണ്. ഇനി നിങ്ങളിനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ പൊങ്കാലിട്ടാൽ എനിക്കൊരു തേങ്ങ ഞാൻ ഉള്ളതുള്ളല്ലോ. ഇനി അല്ലെങ്കിൽ ഇവിടെ വന്ന് കാണുന്നവർക്ക് അറിയാൻ പറ്റും പടം അങ്ങനെയാണ്. ഭയങ്കര ആവറേജ് പടം കേട്ടോ. ഞാൻ വലിയ കാർത്തിക് സുബരാജ് പടം എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് വന്നതാണ്. മഹാനൊക്കെ കണ്ട് വലിയ ഹൈപ്പില്ല, എന്നാലും ഒരു പടം എന്ന് വിചാരിച്ച് വന്നതാണ്. ബട്ട് ഭയങ്കര ആവറേജ് പടം, ഭയങ്കര ലാഗ്, വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. വൃത്തിയായിട്ട പടം, ശോകമാണ് സത്യം പറയല്ലോ. ഇപ്പം ഓടുന്നതിൽ ഏറ്റവും നല്ലത് നമ്മുടെ മോഹൻലാലിൻ്റെ തുടരും തന്നെയാണ്. ഹിറ്റിൻ്റെ ആവറേജ് തന്നെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓടുന്നതിൽ തുടരും തന്നെയാണ് മോഹൻലാൽ. ഇത്രേ ഉള്ളൂ. സൂര്യയുടെ കമ്പാക്ക്, ഇതിൽ കമ്പാക്ക് ഒന്നുമില്ല, ഭയങ്കര വൃത്തിയായിട്ട ഒരു ഇതാണ്. പക്ഷേ സൂര്യയുടെ ലുക്ക് കൊള്ളായിരുന്നു. ലുക്കുള്ള അതിനകത്ത് പാട്ട് നല്ല പ്ലേസ്മെന്റ് ഉണ്ട്. ബട്ട് ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ സിനിമ ഒരു വെറും ആവറേജ് പടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല സിനിമയുടെ സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ യാതൊരു പുതുമയും പറയാനില്ല സിനിമയുടെ സ്റ്റോറി ലൈനിൽ. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്ക് രക്ഷകൻ ടൈറ്റിലൂടെ ഈ സിനിമ കഴിയുന്നവിടെ കിട്ടും. കാരണം രക്ഷകൻ ടൈറ്റിൽ എനിക്ക് തോന്നുന്നത് വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. പുള്ളിക്കാരനെ ഇതെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട് സിനിമയിലൂടെ. സ്റ്റോറി ലൈൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന കഥാപാത്രങ്ങൾ ആർക്കും ഒരു ഇമോഷണൽ കണക്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ ഒരു മെയിൻ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് എൻ്റെ സ്റ്റോറി ലൈനും തിരക്കഥ നല്ല രീതിയിൽ വലിഞ്ഞ് നീണ്ടുപോയിട്ടുണ്ട്. പിന്നെ സ്റ്റോറി ലൈന് യാതൊരു പുതുമയില്ല. അറിയാം ഇത് ഇങ്ങനെ സംഭവിക്കും. പിന്നെ സൂര്യ പൂജ ഹെഗ്ഡെ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ്, ഒത്തിരി സീൻസ് റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഈ അടുത്ത കാലത്ത് സംഭവിക്കുന്നതാണ് ഓരോ സിനിമയിലും. നമ്മളിപ്പോൾ ഒരു ഷോർട്സിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റുള്ള ഒരു ഷോർട്സിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരു കഥ ഒരു ഫുൾ സ്റ്റോറി നമ്മളിപ്പോൾ പറയുന്ന കാലഘട്ടത്തിൽ നമ്മളൊരു സിനിമ എടുക്കുമ്പോഴത്തേക്കും 2.5 മണിക്കൂറുള്ള സിനിമ എടുക്കുമ്പോഴത്തേക്കും ഒരു സീൻ ഒരിക്കൽ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മതി. പക്ഷേ അത് വീണ്ടും കിടന്ന് കാണിച്ച് നല്ല രീതിയിൽ വലിയ നീണ്ടും സിനിമ പോയി. എനിക്ക് ഒട്ടും വർക്കൗട്ടായില്ല. പിന്നെ നമ്മുടെ ജയറാമേട്ടൻ നല്ല രീതിയിൽ പുള്ളി കോമാളി റോള് കളിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളി കുറേ മലയാളം ഡയലോഗ് എല്ലാം പറയുന്നുണ്ട്. തെനാലിയിലെ മലയാളം ഡയലോഗ്, തെനാലിയിൽ നിന്ന് പഴയ നമ്മുടെ സിനിമയിൽ കമലഹാസനോടൊപ്പം ഉള്ള അതിൽ മലയാളത്തിലെ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിരിക്കുകയാണ് ചെയ്തത്, എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ മലയാളം ഡയലോഗ് ഒരു തമിഴ് സിനിമയിൽ കേൾക്കുമ്പോൾ എന്നൊക്കെ പറയില്ലേ, ഇതിൽ മലയാളം ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്കും ഇത്രയും വേണമായിരുന്നു എന്നുള്ള രീതിയിലാണ് തോന്നിയത്. അപ്പോൾ യാതൊരു വിധത്തിലും എനിക്ക് വർക്കൗട്ട് ആവാത്തൊരു സിനിമയായിരുന്നു.